എല്ലാവർക്കും നന്ദു സബ്ജക്റ്റിലെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം 10ാം ക്ലാസിന്റെ റിസൾട്ട് അല്ലെങ്കിൽ SSLCയുടെ റിസൾട്ട് വന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ആ റിസൾട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പം എനിക്ക് മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം എന്റെ കുട്ടികൾക്കും നല്ല രീതിയിലുള്ള വിജയം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എന്റെ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും എന്റെ കുട്ടികളായിട്ട് ഞാൻ കണ്ടുകൊണ്ട് പറയുകയാണ്, എല്ലാ വിജയം നേടിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും എന്റെ വക അഭിനന്ദനങ്ങൾ. കാരണം വിജയത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നിൽക്കുന്ന കുറച്ച് 10A+ മേടിച്ച് അല്ലെങ്കിൽ നല്ല ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ ഗ്രേഡ് A+ മേടിച്ച ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ ആ കുട്ടികൾക്കും അതുപോലെ തന്നെ വിജയിച്ച ഒരുപാട് കുട്ടികളുണ്ട്, അവർക്കും അതുപോലെ തന്നെ കുറച്ച് ശതമാനം ആൾക്കാർ മാത്രം തോറ്റുപോയവരുമുണ്ട്. അല്ലെങ്കിൽ വിഷയത്തിന് എന്തെങ്കിലും 2 വിഷയത്തിനോ ഒരു വിഷയത്തിനോ ഒരു മാർക്കിന്റോ ഡിഫറൻസിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, തോറ്റുപോയ കുട്ടികളും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ചേർത്ത് അവരുടെ ഒരു പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിച്ചത്. ഓക്കെ, അപ്പൊ ഞാൻ അത് പറഞ്ഞു തുടങ്ങിയാണ്. അപ്പൊ നമ്മുടെ ആദ്യം തന്നെ പറയേണ്ടത്, ഏറ്റവും ടോപ്പ് മാർക്ക് മേടിച്ച അല്ലെങ്കിൽ 10A+ മേടിച്ച് നല്ല ഫുൾ ഗ്രേഡ് മേടിച്ച ആ കുട്ടികൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു അപ്രിസിയേഷൻ അവർ അർഹിക്കുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവർ അത്രയും വലിയൊരു പൊസിഷൻ എത്തിയത്. ഓക്കെ, അതുപോലെ തന്നെ അവരിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ എവിടെയാണോ അവിടെ നിന്നും കുറച്ചുകൂടെ ബെറ്റർ ആക്കി അവർ ഹാർഡ് വർക്കിങ്ങിന്റെ അളവ് കൂട്ടിക്കൊണ്ടുവേണം ഇനി അവരുടെ വിന്നിംഗ് സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസിൽ അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത് നിൽക്കുന്ന കുട്ടികൾ, അതായത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള, അപ്പം ഈ ഒരു വീഡിയോ ഇറക്കാൻ തന്നെ കാരണം, അല്ലെങ്കിൽ ഈ വീഡിയോ പറയാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം പറയാൻ തന്നെ എനിക്ക് തോന്നിയ കാരണം, എന്റെ കുറച്ച് കുട്ടികളിൽ കുറച്ച് 2-3 പേർക്ക് മാത്രം അവർ ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്കും ചെയ്തിരുന്നു. പക്ഷെ അവർ ഹാർഡ് വർക്കും ചെയ്തതിന്റെ ഒരു ഫലം അവർക്ക് കിട്ടിയില്ല. അപ്പൊ അവർ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. ഞാൻ വിളിച്ചപ്പോഴെല്ലാം അവർ പറഞ്ഞത് നല്ല രീതിയിലുള്ള വിഷമം. കാരണം കരച്ചിലാണ് കുട്ടികൾ എപ്പോഴും. പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ അത്രയും അവർ മനസ്സിന് ശക്തി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പെൺകുട്ടികൾ നല്ല രീതിയിലുള്ള കരച്ചിലാണ് കരയുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് അത്ര രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷെ എന്നിട്ട് അവർക്ക് എത്താനുള്ള മാർക്ക് അവർക്ക് കിട്ടിയില്ല. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ പഠിച്ച ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ സമൂഹത്തിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഒരുപാട് പേർക്ക്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്തിട്ടും നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിനേക്കാൾ വലുത് മറ്റെന്തോ നമുക്ക് വേണ്ടി ദൈവം മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സിൻസിയാരിറ്റി കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കിട്ടി ആദ്യത്തെ ചാൻസിൽ നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനും വലുത് നമുക്ക് എന്തോ മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ലെവലിനെ കാട്ടി കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ചെയ്ത് നിങ്ങൾ പഠിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഒരു ഇതാണ്, ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിൽക്കരുത്. അടുത്ത അഡ്മിഷൻ +1 കിട്ടുമ്പോൾ നിങ്ങൾ കൂടുതൽ, അതായത് 10 എന്ന് പറഞ്ഞാൽ വെറും ഒരു ബേസ് മാത്രമേ ആകുന്നുള്ളൂ. +1 +2 ആണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. അതും കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് നമ്മുടെ ഭാവിയിൽ നിശ്ചയിക്കുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു അതിനെക്കാട്ടിയും കുറച്ചുകൂടെ ബെറ്ററായി പഠിച്ച് +1ലും +2ലും നല്ല രീതിയിലുള്ള ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പൊ എവിടെയാണോ നിങ്ങൾക്ക് പാളിച്ച പറ്റിയത് ആ വീക്ക് പോർഷൻ കണ്ടെത്തി എത്രയും പെട്ടെന്ന് തന്നെ അതിലേക്ക് എത്തിച്ചേരണം. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരാൾ പറഞ്ഞൊരു ഡയലോഗ്, ഒരു കോട്ടുണ്ട്. ആ കോട്ട് ഞാൻ നിങ്ങളോട് പറയാം. ആ കോട്ടാണ്, നമ്മൾ ഈ തോറ്റുപോയ അല്ലെങ്കിൽ നമ്മൾ വളരെയധികം താഴേക്കിടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കോട്ട് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇത്രയേ ഉള്ളൂ. അദ്ദേഹം തന്റെ എക്സാമിന് വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്, ടുമാറോ വിൽ ബി മൈ എക്സാം, ബട്ട് ഐ ഡോണ്ട് ജസ്റ്റ് കെയർ അബൌട്ട് ദാറ്റ് ബിക്കോസ് ഓഫ് എ സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ ഡസൻറ്റ് ഡിസൈഡ് മൈ ഫ്യൂച്ചർ. ഇതാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. ഇത് പറഞ്ഞത് ഏറ്റവും വലിയ അമേരിക്കയിലെ ഫേമസ് ആയിട്ടുള്ള ഇൻവെന്ററാണ് തോമസ് ആൽവ എഡിസൺ. ഇദ്ദേഹം പറയാൻ ഈ വാചകം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നാളെ എന്റെ എക്സാം ആണ്, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതേയില്ല. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. അതിന് കാരണമുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒരു സിംഗിൾ ഷീറ്റ് പേപ്പർ എന്റെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒരു ഷീറ്റ് പേപ്പറിൽ വരുന്ന ഈ റിസൾട്ട് എന്റെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിനേക്കാളും വലിയ ഒരു പൊസിഷനിൽ ഞാൻ എത്തുക തന്നെ ചെയ്യും. ഒരു സിംഗിൾ ഷീറ്റ് പേപ്പറിൽ കാണുന്ന മാർക്ക്, അല്ലെങ്കിൽ അതിൽ കാണുന്ന വളരെ താഴെയിൽ A+ കുറഞ്ഞു പോയി, 2A+ കുറഞ്ഞു, 3A+ കുറഞ്ഞു, ഞാൻ പഠിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരോടാണ് എനിക്കിത് പറയാനുള്ളത്. കാരണം അത്രയും വലിയൊരു മനുഷ്യനാണ്. അതായത് ലോകത്തിലെ തന്നെ ഇന്ന് മരിച്ചവരിലും ഇന്ന് ജീവിച്ചിരിക്കുന്നവരിലും മൊത്തത്തിലെടുത്ത് വെച്ച് നോക്കിയാൽ തന്നെയും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേറ്റന്റ് ഉള്ളത് ആരാണ് നിങ്ങൾ അന്വേഷിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും അതിന്റെ ഉത്തരം. തോമസ് ആൽവ എഡിസൺ എന്ന് പറഞ്ഞ ആൾക്കാണ്. 1093 പേറ്റന്റുകളാണ് അദ്ദേഹത്തിന്റെ പേരിൽ കുറിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞുതരാം, അദ്ദേഹം സ്കൂളിൽ വിദ്യാഭ്യാസം അതിനെ തുടർന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്നും ഒരു ലെറ്റർ വന്നു. അദ്ദേഹത്തിന്റെ അമ്മയുടെ കയ്യിലാണ് ആ ലെറ്റർ വന്നത്. ആ ലെറ്ററിനകത്ത് അമ്മ വായിച്ച ഉടനെ തന്നെ ഞെട്ടി. അമ്മ ഞെട്ടി ഉടനെ തന്നെ ആ കുട്ടിയോട് പറഞ്ഞു. ആ കുട്ടി ഒന്ന് ചോദിച്ചു, അമ്മ ഇതെന്തോ ഈ ലെറ്ററിനകത്ത് വന്നത്? പറഞ്ഞു, സ്കൂളിൽ നിന്ന് അയച്ചതാ മോനെ. അപ്പൊ അമ്മ പറഞ്ഞ കാര്യം ഇതാണ്, മോനെ, ആ ലെറ്ററിനകത്ത് പറഞ്ഞിരിക്കുന്നത്
നിനക്ക് ഭയങ്കരമായ ബുദ്ധിയാണ്, നിന്റെ ബുദ്ധി വെച്ച് ഈ സ്കൂളുകാർക്ക് നിന്റെ ഇത്രയും ലെവലിന് പഠിപ്പിക്കാൻ അവർക്ക് സ്റ്റാൻഡേർഡ് ഇല്ല, അതിനുള്ള സൗകര്യങ്ങളോ സ്ഥലങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ മകനെ മറ്റെവിടെയെങ്കിലും ആക്കൂ, സൗകര്യമുള്ള ടെക്നോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കൂ, അവൻ ഏറ്റവും നല്ലൊരു പൊസിഷനിൽ തന്നെ എത്തുമെന്നാണ് ആ അമ്മ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ആ മകൻ അവിടെ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാതെ ആ അമ്മയുടെ മാത്രം പഠിപ്പിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അമ്മ പഠിപ്പിക്കുകയും അമ്മ ഒരുപാട് ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കുകയും ആ ബുക്കുകൾ റീഡ് ചെയ്ത ആ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവൻ ധാരാളമായിട്ട്, അവൻ ചെറിയ കേൾവി ശക്തിയും കുറവുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം അവൻ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുകയും ഒരുപാട് ബുക്കുകൾ വായിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് അവൻ അവന്റെ കണ്ടുപിടുത്തങ്ങളിലേക്ക് വന്നത്. അങ്ങനെ അവൻ കണ്ടുപിടിച്ചു, കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ആദ്യമായി ബൾബ് കണ്ടുപിടിച്ചത് ആരാണ്? തോമസ് ആൽവ എഡിസൺ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ കഥയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം ആ ബൾബ് കണ്ടുപിടിച്ചു. അങ്ങനെ അനവധി കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച് 1000-ഓളം കണ്ടുപിടുത്തങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു പോവുകയുണ്ടായി. അങ്ങനെ അമ്മ മരിച്ചു പോയതിനു ശേഷം അദ്ദേഹം ലോകത്തിലെ ഏറ്റവും നല്ലൊരു ഇൻവെന്ററായി മാറി, അമേരിക്കയിലെ തന്നെ ഏറ്റവും നല്ലൊരു ഇൻവെന്ററായി മാറി. അങ്ങനെയുള്ള ആ അദ്ദേഹത്തിന്റെ അമ്മയുടെ മരണശേഷം അദ്ദേഹം വീട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹം ആ അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നു ഈ മകന് അവിടെ നിന്നും കൊണ്ടുവന്ന ഒരു ഡയറി, അതായത് ഈ പറഞ്ഞ ലെറ്റർ വന്നില്ലായിരുന്നു, ഒരു പോസ്റ്റ്മാൻ കൊണ്ടുവന്ന ഒരു ലെറ്റർ ഉണ്ടായിരുന്നല്ലോ അമ്മയ്ക്ക് ഇവിടുത്തെ സ്കൂളിൽ നിന്നും. ആ ലെറ്റർ ഈ അമ്മയുടെ ഡയറിക്കകത്തിരിക്കുന്നത് ആ കുട്ടി കണ്ടു. അത് ഇത്രയും വളർന്നു വലുതായി, അതായത് ഏറ്റവും വലിയ പൊസിഷൻ എത്തിയതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഈ ലെറ്റർ കണ്ടു. ആ ലെറ്ററിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ കണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. ഇതായിരുന്നു ആ വാക്ക്: നിങ്ങളുടെ മകനെ പോലെ ഇത്രയും ബുദ്ധിയില്ലാത്തൊരു കുട്ടി ഈ ലോകത്ത് വേറെ ആരുമില്ല, അവനെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കില്ല എന്നാണ് ആ വാചകം അതിനകത്ത് എഴുതുന്നത്. പക്ഷേ ആ അമ്മ എന്താ ചെയ്തത്? ആ അമ്മ തന്റെ മകന്റെ കുറവുകളെ തന്റെ മകനെ അറിയിക്കാതെ തന്റെ മകനോട് പറഞ്ഞു, നിനക്ക് എന്താണ് കഴിവാണ്, നിനക്ക് ഏറ്റവും കൂടുതൽ കഴിവാണ് ഉള്ളതെന്ന് ആ അമ്മ പറഞ്ഞു കൊടുത്തു. ആ വാക്കുകളുടെ പുറത്താണ് അദ്ദേഹം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഇൻവെന്ററായി മാറിയത്. ആലോചിച്ച് നോക്കുക, നമ്മളെ പ്രചോദിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നത് ആരാണോ അവരാണ് നമ്മളുടെ യഥാർത്ഥ ടീച്ചർ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആ കുട്ടി എത്രയും വലിയ പൊസിഷൻ എത്താൻ കാരണം അവന്റെ കുറവുകളെ മാറ്റി നിർത്തിക്കൊണ്ട്, അവന്റെ പരിമിതികളെ മാറ്റി നിർത്തിക്കൊണ്ട്, അവനെ കളിയാക്കുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവന്റെ അമ്മ കൊടുത്ത ഉപദേശങ്ങളായിരുന്നു. ആ അമ്മയായിരുന്നു അവന്റെ ഏറ്റവും വലിയ ടീച്ചർ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും തളർന്ന് മാറി നിൽക്കരുത്, പിന്നോട്ട് നിൽക്കരുത്. ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ അതിനെക്കാട്ടിയും കൂടുതൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഉയർന്നു വരിക. ഇപ്പോൾ വളരെ താഴെക്കിടയിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ ഇരട്ടി പഠനം നിങ്ങൾ സാധ്യമാക്കി എടുക്കുക. തോറ്റവർ മാത്രമേ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളൂ, ജയിച്ചവർ എന്നും ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിട്ടേ ഉള്ളൂ എന്നുള്ള ഡയലോഗ് കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ഒരുപാട് എക്സാമ്പിളുകൾ നമ്മുടെ മുമ്പിലുണ്ട്, ജീവിതത്തിൽ ഒരുപാട് എക്സാമ്പിളുകളുണ്ട്. ജയിച്ച ആൾക്കാർ മാത്രമല്ല സമൂഹത്തിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വിജയികൾ എന്ന് പറഞ്ഞൊരു വാക്ക് ഉണ്ടാവാനുള്ള കാരണം എന്താ? നിങ്ങൾക്ക് അത് ആലോചിച്ചാൽ തന്നെ ഉത്തരം കിട്ടും. കാരണം തോൽക്കാൻ കുറച്ചു പേർ ഉണ്ടായത് കൊണ്ടാണ് വിജയികൾ എന്നൊരു വാക്കുണ്ടായി. ഇല്ലെങ്കിൽ വിജയികൾ എന്ന് പറഞ്ഞൊരു വാക്ക് ഉണ്ടാവേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആലോചിക്കുക, തോൽക്കാനും കുറച്ചു പേര് വേണം, വിജയിക്കാൻ എങ്കിൽ മാത്രമേ വിജയികളും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തോറ്റവരാരും പിറകോട്ട് പോകരുത്. തോറ്റവർ കൂടുതൽ ശക്തിയോടെ മറ്റെന്തെങ്കിലും നിങ്ങളുടെ കഴിവ് എന്താണോ ആ കഴിവിനെ എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരിക. ആ കഴിവിലൂടെ നമുക്ക് വിജയത്തിലെത്താൻ സാധിക്കും. എന്നും പഠിച്ചിട്ടുള്ളവരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും മാത്രമല്ല ഉയർന്ന പൊസിഷനിൽ എത്തിയിട്ടുള്ളത്, വളരെ താഴേക്കിടയിൽ നിന്നുള്ളവർ പോലും ഉയർന്ന പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. കാരണം അവന്റെ പഠനത്തിനുള്ള കാലമല്ല നമുക്ക് പ്രശ്നം. ഏത് കാലത്ത് വേണമെങ്കിലും നമുക്ക് പഠിക്കാം. എത്ര കാലം, ഏത് വയസ്സായാലും നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാം. ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏണിംഗ് എബിലിറ്റിയെ കൂട്ടുന്ന ഒരു കാര്യമാണ്. ഓർത്ത് വെച്ചേക്കുക, ലേണിംഗ് എബിലിറ്റി ഈസ് ഡിസൈഡ്സ് യുവർ ഏർണിംഗ് എബിലിറ്റി. അതുകൊണ്ട് ഏത് പ്രായം നോക്കണ്ട, ഒരു കാര്യം നോക്കണ്ട, എവിടെയാണ് തോറ്റതെന്ന് നോക്കണ്ട, തോറ്റതിനെ കൂടുതൽ മുന്നിലോട്ട് ആയാസം, എവിടെയാണോ തോറ്റ് പിറകോട്ട് മാറുന്നത് അവിടെ നിന്നും കുതിച്ചു ചാടി മുന്നിലേക്ക് എത്താനാണ്. 2 സ്റ്റെപ്പെങ്കിലും മുന്നിലേക്ക് ചാടാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ശ്രമം അവസാനം എന്തിനെ ചെന്നെത്തിക്കുകയുള്ളൂ? വിജയത്തിൽ മാത്രമേ ചെന്നെത്തിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും തോറ്റവരാരും വിഷമിക്കേണ്ട, എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് വന്ന് എന്റെ കുട്ടികൾ എല്ലാവരും നല്ല രീതിയിലുള്ള മാർക്ക് മേടിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എല്ലാവർക്കും ബൈ.